മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ പറയാൻ ധൈര്യപ്പെടാത്ത പല കാര്യങ്ങളും ABC ന്യൂസ് പോലെയുള്ള ഓൺലൈൻ മീഡിയകൾ പറയുന്നുണ്ട്. നമ്മൾ ശക്തമായിട്ട് ഓരോ കാര്യങ്ങളെയും വിലയിരുത്തി സംസാരിക്കും. അതിൽ കോൺഗ്രസ് ചായവോ BJP ചായവോ CPM ചായവോ ഇടതുപക്ഷ ചായവോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തോന്നുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അടുത്ത കാലത്തായിട്ട് ABC ന്യൂസിനെ കുറിച്ച് വലിയ ആരോപണം, അതായത് സുഡാപ്പികൾ ഈ ചാനൽ മേടിച്ചു. ഇപ്പോൾ TG മോഹൻദാസ് സാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരോ നേരിട്ട് ചോദിച്ചത് 15 കോടി രൂപയ്ക്കാണ് സുഡാപ്പികൾ ചാനൽ മേടിച്ചത്, അതുകൊണ്ട് ഇനിയുള്ള വാർത്ത മുഴുവൻ സുഡാപ്പികൾക്ക് അനുകൂലം. കുറേ പേര് പറയുന്നത് ഈ കോൺഗ്രസ്സുകാർ മേടിച്ചു, അതുകൊണ്ട് ഇനി കോൺഗ്രസ്സിന് അനുകൂലം. കുറേ പേര് മേടിച്ചു BJPക്ക് അനുകൂലമാണെന്ന്. സത്യത്തിൽ സാർ കുറേ നാളായിട്ട് ABCയിൽ പ്രധാനമായിട്ടും പരിപാടികളിൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കണം. സാറിന് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്താൻ കഴിയും. സാറിന് തോന്നുന്നുണ്ടോ ABC ന്യൂസ് എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ പോക്ക് ശരിയായ ദിശയിലല്ല, നമ്മൾക്ക് പക്ഷപാതിത്വമുണ്ട്, അങ്ങനെ സാറിന് വിലയിരുത്താൻ പറ്റും? നമുക്ക് പക്ഷപാതിത്വം ഉണ്ടല്ലോ. നമ്മുടെ പക്ഷപാതിത്വം യഥാർത്ഥ വാർത്തകളോടും യഥാർത്ഥ വസ്തുതകളോടും സത്യത്തോടും സനാതന ധർമ്മത്തോടുമാണ്. ആ പക്ഷപാതിത്വം നമ്മൾ കാണിക്കാറുണ്ട്. അതൊരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ട്. നമ്മൾ ദേശീയതയുടെ കൂടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോ നമ്മുടെ ഈ ചാനല് ഞാൻ വരുമ്പോ തന്നെ ചാനലിന് 28 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത് 30ന്റെ മുകളിലോ 32ന്റെ അടുത്തോ ഒക്കെ ആയിട്ടുണ്ടാകാം. അതെ, കാരണം ഇതിന് സ്വാഭാവികമായ ഒരു വളർച്ച ഉണ്ടാവും. ആ 28 ലക്ഷത്തിന്റെ വളർച്ചയില് സത്യത്തിൽ എന്റെ പങ്ക് ഒന്നുമില്ല, ഞാനില്ലല്ലോ ആ കാലത്ത്. ആ സമയത്ത് തന്നെ ഇത് നന്നായിട്ട് വളർന്ന് ഇനി ഇതിന് നിലനിൽക്കാൻ കഴിയും എന്നുള്ള സമയത്താണ് ഇതിന്റെ ഉടമ എന്റെ വീട്ടിൽ വന്നിട്ട് സഹകരിച്ചാൽ കൊള്ളാം എന്ന് പറയുന്നത്. ഞാൻ നോക്കുമ്പോഴും ഈ ചാനല് ഞാനിനി ഈ സനാതന ധർമ്മത്തിന്റെ കൂടെയുള്ളൂ, ദേശീയതയുടെ കൂടെയുള്ളൂ, ഇന്ത്യയുടെ കൂടെയുള്ളൂ, ഇന്ത്യ വൻശക്തി ആവുകയാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതിന്റെ കൂടെയുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ്. ഇതുപോലെ ഞാൻ മുമ്പൊരു പത്രത്തില് സനാതന ധർമ്മമൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഒരു പത്രത്തിലാണ് അവസാനം ജോലി ചെയ്തത്. അവരും വീട്ടിൽ വന്നിട്ട് ചീഫ് എഡിറ്ററായിട്ട് വിളിച്ചു കൊണ്ടുപോയതാണ്. ഞാൻ വിചാരിച്ചത് LDFനെയും വിമർശിക്കാം, UDFനെയും വിമർശിക്കാം, സനാതന ധർമ്മത്തിന്റെ ദേശീയതയുടെ കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയപ്പോഴാണ് അറിയുന്നത് അവര് CPMന്റെ കയ്യിൽ നിന്നും കാശ് മേടിക്കും, അവര് സുഡാപ്പിയുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കും. പറയുന്നത് മുഴുവൻ സനാതന ധർമ്മ വർത്താനാണ് താനും. അതിലെനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരുന്നപ്പോ ഞാൻ തീരുമാനിക്കുന്നത്, എനിക്ക് ഒരു നിയന്ത്രണവും ഇതിൻ്റെ അകത്തില്ല. നമുക്ക് അറിയാം, മാധ്യമ പ്രവർത്തനം അറിയാം, അതിൻ്റെതായ ആത്മനിയന്ത്രണം എനിക്കുണ്ടല്ലോ. അപ്പൊ അത് സ്വതന്ത്രമായി തന്നെ എനിക്ക് വകവെച്ച് തന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം, സാധാരണഗതിയിൽ ഇത്രയും കാലം ABCയുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു നിയന്ത്രണവും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ളത് കൊണ്ടാണ് വരുന്നത്. പിന്നെ ഇത് സുഡാപ്പി ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇത് ഈ ഇത്രയും കഷ്ടപ്പെട്ട് നടത്തേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു ദിവസം ഇതിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ആ മാസത്തെ ശമ്പളം കൊടുക്കാനായിട്ട് കയ്യിലുള്ള സ്വർണം മുഴുവൻ പണയം വെച്ചിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം. ഒരു സഹപ്രവർത്തകന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ പ്രജ്ഞാപ്രവാഹ് സംയോജകനില്ലേ ജയനന്ദകുമാർ, ജയനന്ദകുമാറിന്റെ അടുത്ത ബന്ധുവിന്റെ ചാനലാണ് ABC. അപ്പൊ പിന്നെ എങ്ങനെ സുഡാപ്പിയാവൂലേ? അദ്ദേഹം വഴി തന്നെയാണ്. ജയനന്ദകുമാറിനെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷെ ജയനന്ദകുമാറിനെ നേരത്തെ അറിയാമെങ്കിലും കാരണം എനിക്ക് ഈ മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേസരി എന്ന് പറഞ്ഞ RSSന്റെ വാരികയുണ്ടല്ലോ, അവരുടെ ഒരു പുരസ്കാരം സമർപ്പിച്ചപ്പോൾ അവിടെ ഒരു മുഖ്യപ്രഭാഷണം നടത്തിയത് നന്ദകുമാറാണ്. അന്നു മുതൽ എനിക്ക് നന്ദകുമാറിനെ അറിയാം. പക്ഷെ നന്ദകുമാറിനെ ഞാൻ ഇവിടെ അഭിമുഖം ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നപ്പോഴൊക്കെ ഞാനാണ് ജയനന്ദകുമാറുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ നന്ദകുമാർ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ABCയുടെ ഉടമ, ആ ബന്ധുത്വം എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ബന്ധമാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ അല്ലാത്ത അഭിപ്രായമുള്ള ആളുകളൊക്കെ വരും. കാരണം ഇവിടെ നമുക്ക് ആകെയുള്ളത് മതസ്പർദ്ധ ഉണ്ടാകരുത്, വർഗീയത ഇത് വിളിച്ചു പറയരുത്. ഏതെങ്കിലും ഒരു മതവിഭാഗം ഇവര് മുഴുവൻ ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി നടക്കുന്നവരാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അതിപ്പോ ഹിന്ദുക്കൾക്കിടയിലില്ലേ ധാരാളം മാർക്സിസ്റ്റുകളില്ലേ ഹിന്ദുക്കൾക്കിടയിൽ. അവര് അവര് വിഭജിച്ചോളുമല്ലോ, കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അതല്ല, ഒന്നാമത് ഈ സുഡാപ്പി, PF, NDF ഇതൊക്കെ എണ്ണത്തിൽ വളരെ കുറവല്ലേ?
ആ കൂട്ടത്തില് മറ്റേ മര്യാദക്ക് നടക്കുന്ന ആളുകൾ മുസ്ലിം ലീഗുകാരും ഒക്കെ അല്ലേ. ആകെ 1500 പേര് 2000 പേരുള്ളവര് സുഡാപ്പികള്. ഇവർക്ക് ഇങ്ങനത്തെ ഒരു ചാനൽ മേടിച്ചിട്ട് എന്ത് കാര്യം? അല്ല, അതിനകത്ത് കാര്യമുണ്ട് സാറേ. നമ്മൾ ദൈനംദിന വാർത്തകളെ നമ്മൾ അതുപോലെ അവതരിപ്പിക്കില്ല, അതിനെ വിശകലനം ചെയ്യുകയാണ്, ചർച്ച ചെയ്യുകയാണ്. അത് 2 പേരിരുന്ന് ചർച്ച ചെയ്യാം, 3 പേരിരുന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ചില മുള്ളുകൾ അവരുടെ ദേഹത്തേക്ക് കൊണ്ടുകയറുന്നു. അതായത് നമ്മൾ പറയുന്ന പച്ചയായ സത്യങ്ങൾ അവർക്ക് അപ്രിയ സത്യങ്ങളായി മാറുന്നു. ഉടനെ നമ്മൾ ഇന്ന പക്ഷപാതിത്വമാണ്, നിങ്ങൾ സുഡാപ്പികളാണ്, നിങ്ങൾ അല്ലെങ്കിൽ സംഘികളാണ്, നിങ്ങൾ അല്ലെങ്കിൽ കമ്മികളാണ്, കുങ്ങികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ഒരു വാർത്തയായാലും വിശകലനമായാലും എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. വിമർശനം ആരുടെ നേർക്ക് വരുന്നോ അവർക്കത് അസ്വസ്ഥയുണ്ടാക്കും. അതുതന്നെയല്ലേ ഇപ്പോൾ ഈ ABC-ക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യവും. അത് ഈ നിഷ്പക്ഷമായിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തനം എപ്പോഴും ഇത് മാധ്യമ പ്രവർത്തനം ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. മാധ്യമ പ്രവർത്തനം ഞാൻ വേണം, എനിക്ക് ഇംഗ്ലീഷ് പ്രൊഫസർ ആകാമായിരുന്നു, എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ അന്ന് മാധ്യമ പ്രവർത്തനം തിരഞ്ഞെടുത്തത് എനിക്ക് ഇതാണ് പറ്റിയ. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ MA ഇംഗ്ലീഷിന് പഠിച്ചിരുന്ന മിക്കവാറും ആളുകൾക്ക് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന പല ആളുകളും പത്രപ്രവർത്തകരായി. അവർ ലോകത്തിന്റെ പല ഭാഗത്തും പത്രപ്രവർത്തകരായിട്ട് ഇതായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളത് സ്വതന്ത്രമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. TG വരുന്നുണ്ട്. TG സുഡാപ്പിയാണോ? ഞാൻ സുഡാപ്പിയാണ്. AP അഹമ്മദ് അയാള് സുഡാപ്പിയാണ്, തക്കിയാണെന്ന് ഇന്നലെ ഒരു വിവരദോഷി ഒരുത്തൻ, ബഹ്റൈനിൽ നിന്നൊരുത്തൻ, അയാൾ ഇടക്കിടക്ക് ABC ഇനി അവധാനതയോടുകൂടിയാണ് ട്രാക്ക് മാറുന്നത്. ഏത് മാധ്യമപ്രവർത്തനത്തിനെ പറ്റി ഒരു വിവരം ഇല്ലാത്തൊരുത്തനാണ് ഇയാള്. ഈ താല്പര്യങ്ങളാണ് കിടന്ന് കളിക്കുന്നത്. ഇത് മുക്രയിട്ടിട്ടും അത്തരം ചാനലുകളൊന്നും ഒരു സ്ഥലത്തും എത്തുന്നില്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു തരം ആളുകൾ മാത്രം അതിൽ യൂണിഫോം ഇട്ട പോലെയായത്, യൂണിഫോം ഇട്ട ആളുകൾ മാത്രം പങ്കെടുക്കുക. ABC-ൽ നമ്മൾ അങ്ങനെയല്ല, എല്ലാവർക്കും ഇവിടെ വരാം, എല്ലാവർക്കും സംസാരിക്കാം. അതെ, ഏത് സംഘടനയും ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ സ്വാഗതം ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ സാറിനായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമ്മളൊരു വിഷയമായി സംസാരിക്കുമ്പോൾ ഇന്നത് എന്ന് പറഞ്ഞൊരു ക്രോസ് ലിമിറ്റ് ഇല്ല. നമുക്ക് എന്ത് വിഷയവും തുറന്ന് സംസാരിക്കാം. പക്ഷേ സഭ്യതയുടെ അതിരുകൾ നമ്മൾ ലംഘിക്കാറില്ല, അനാവശ്യമായ വർഗീയതയുടെ ചായ്വിലേക്ക് പോകാറില്ല. അപ്പോൾ അങ്ങനെ പോകാതിരിക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക്, അതായത് മുസ്ലിം നാമധാരിയാണ് ഒരാൾ എന്നുള്ളത് കൊണ്ട് ABC-ൽ വിളിക്കാൻ പാടില്ല എന്നാണ് ഈ ചില ആളുകളെ എന്ന് പറഞ്ഞാൽ. ഇത് ഒരുതരം പച്ചവർഗീയവാദവും, വർഗീയവാദത്തിന് പല നിറമൊക്കെ ഉണ്ടാവും. ഇപ്പൊ AP അഹമ്മദ് നല്ല മനുഷ്യത്വമുള്ള ഒരാളായിട്ടാണ് നമുക്കറിയുന്നത്. നല്ല വിവരമുള്ള ഒരാളാണ്, നല്ല പ്രഭാഷകനാണ്. അദ്ദേഹം സുഡാപ്പിയാണ്, അദ്ദേഹം കാട്ടിക്കൂട്ടുന്നതൊക്കെ തക്കിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്നിട്ട് ഈ പലതവണയായി പോസ്റ്റ് ഞാൻ കാണുന്നു. എന്തിനാണ് നമ്മള് ഇല്ലേ, ശ്രീകാലന്മാർ ഒരിടട്ടെ, സാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ കുറുക്കന്മാരിങ്ങനെ നിലവിളിച്ചോട്ടെ എന്നാണ് ഞാനും കരുതിയത്. അപ്പൊ ഇതിന്റെ അകത്ത് അഹമ്മദ് സുഡാപ്പിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഞാൻ ഏറ്റവും അവസാനം കണ്ട കേസരി ഇല്ലേ, RSSന്റെ വാരിക, അതിൻ്റെ അകത്ത് തുടർ പരമ്പരയുണ്ട്. അഹമ്മദുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം RSSന്റെ മുഖ വാരികയിൽ അഹമ്മദുമായിട്ടുള്ള തുടർ അഭിമുഖ പരമ്പര വന്നിരിക്കുകയാണെന്ന്. ഈ സനാതന ധർമ്മ പറഞ്ഞ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആളുകൾ കേസരി കാണാറുണ്ടോ? ഞാൻ എല്ലാ ആഴ്ചയും കേസരി കാണുന്ന ആളാണ്. അപ്പൊ അതില് പിന്നെ ഒരു സുഡാപ്പിയാണ് അഹമ്മദെങ്കിൽ സുഡാപ്പിയെ വിളിച്ചിട്ട് RSS മുഖവാരികയിൽ അഭിമുഖ പരമ്പര നടത്തുമോ? ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവരെക്കാൾ വിവരം RSSന്റെ തലപ്പത്തുള്ളവർക്ക് ഉണ്ടെന്നേ. ഈ RSSന്റേതെന്നും സനാതന ധർമ്മത്തിൻ്റെതെന്നും പറഞ്ഞ് ഈ വലതുപക്ഷ തീവ്രവാദം പറയുന്ന പല യൂട്യൂബ് ചാനലുകൾക്കും RSSുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. RSSന്റെ മുതിർന്ന നേതാക്കളൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട്. നിങ്ങൾ മറ്റേയാളോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയ ഒരാളെ പറ്റി എന്നോടൊരു RSS നേതാവ് പറഞ്ഞു, രാമേന്ദ്രൻജി അയാളുടെ കൂടെ സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങളൊന്നും പറയാതിരുന്നതാണ്, പക്ഷെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളുകളാണെന്ന് ഞങ്ങൾക്കൊക്കെ ഉറപ്പുണ്ടായിരുന്നു എന്നെന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നു, TG സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതങ്ങനെ പൊക്കോട്ടെ എന്ന് അവർ ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം നമ്മളെപ്പറ്റി
അവർക്ക് വിശ്വാസമുണ്ട്. ഇത് നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് 19 കൊല്ലമായില്ലേ. അതെ. നമ്മളെ ലോകത്തിന് ആർക്കും പരിചയമില്ലാത്ത ആളുകളാണ് വന്നിട്ട്, ഒന്നാമത് ABC കാശ് മേടിച്ചിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്. അല്ല, നമ്മുടെ വീട്ടിലിരുന്ന് ടെലിവിഷൻ ചാനൽ കാണുന്നു. അതെ. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല. മൊട്ട അരുൺകുമാറിനെ നമുക്ക് ഇഷ്ടമല്ല, അബ്ജോദ് വർഗീസിനെ കണ്ടു എനിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിമോട്ട് ഉണ്ടല്ലോ ഉപയോഗിക്കാൻ. അതെ. നമ്മളെ ABC നമ്മൾ ഫ്രീ ആയിട്ടല്ലേ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതെ. സൗകര്യമുള്ളത് കണ്ടാ പോരെ. അതെ, ഇഷ്ടം കാണണ്ട. നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ കാണുന്നത്. സാറ് പറയുമ്പോൾ ഈ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ NM പിയേഴ്സൺ സാമൂഹ്യ നിരീക്ഷണ നിലയിൽ ചാനൽ ചർച്ചകൾ സജീവമാവുക, CR നീലകണ്ഠൻ സാമൂഹ്യ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് സജീവ നിലപാട് സ്വീകരിക്കുന്ന ഇവരൊക്കെ ABCയുടെ ഫ്ലോറിൽ വരുന്നില്ലേ? വന്നിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കര് എല്ലാവരും ഇവിടെ വന്നിട്ടില്ലേ? അതെ, ഈ ചാനലുകളില്. പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് വേണമെന്നില്ല ഇതിന്റെ അകത്ത്. കാരണം പലരും അതിഥികളായിട്ടാണ് വരുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ ട്രാക്ക് ഇവിടെ എല്ലാവരും വരും, സ്വതന്ത്രമായിട്ട് ഇവിടെ അഭിപ്രായം പറയാം. സാർ, ഇറ്റാലിയൻ മാഫിയയുടെ കയ്യിലേക്ക് പോകുന്നു എന്നാണ് മറ്റൊരു ആരോപണം. അതെന്താണ് ഈ ഇറ്റാലിയൻ മാഫിയ? നമുക്ക് ഇറ്റലിയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ? അത് പണ്ടെന്താന്ന് വെച്ചാൽ നമ്മൾ CPM-നെയൊക്കെ ഞാൻ വിമർശിക്കുന്ന കാലത്ത് മറ്റേ CIAയുടെ പണം മേടിച്ചിട്ട് ആണ് മറ്റേ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുമായിരുന്നു. CIA പൈസ തരികയാണെങ്കിൽ 5 കോടിയോ 10 കോടിയോ ഓഫർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ ഞാനൊന്നും മേടിച്ചേനെ. ഇത് ഓഫർ ചെയ്യണ്ടേ? നമ്മളിത് മേടിക്കാനൊക്കെ സുഡാപ്പി വന്നിട്ട് 50 കോടി തരാമെന്ന് പറഞ്ഞെങ്കിൽ ശരി വിറ്റേക്കെന്ന് ഞാനും ABCയുടെ ഉടമസ്ഥനോട് പറഞ്ഞേനെ. എന്തിനാ നിങ്ങൾ ഈ പുൽവാലൊക്കെ പിടിച്ച ഈ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്കും അന്തസ്സായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമില്ലേ? ഈ സനാതന ധർമ്മവും ദേശീയതയൊക്കെ ഒന്ന് വിട്ടേക്ക്. ഇത് രാഷ്ട്രീയക്കാര് രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടു പഠിക്കേ, ജീവിക്കാൻ പഠിച്ച ആളാണ് ഈ രാഹുൽ ഗാന്ധി ഒക്കെ. നമ്മളെന്തിനാണ് ഈ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ഒക്കെ കഴിയുന്നത്? ഈ സുഡാപ്പി എങ്കിൽ സുഡാപ്പി വിറ്റ് തൊലയ്ക്കെന്ന് ഞാൻ ഉപദേശിച്ചേനെ. പക്ഷെ സുഡാപ്പി വരുന്നില്ലല്ലോ സിനിജി മേടിക്കാൻ. പക്ഷെ പറയുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, 15 കോടിക്ക് ABC സുഡാപ്പിക്ക് വിറ്റു, മറ്റ് കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ ഇത്ര കോടി തരുന്നു, ഇനി CPM-ന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് CPM-ന് അനുകൂലം. എനിക്ക് ഒരു അഭ്യർത്ഥന പറയുന്ന ആളുകളോടുള്ളൂ, ഇത്ര കുറച്ച് നമ്മളെ കാണരുത്. 15 കോടി എന്നൊന്നും പറയരുത്. പറയുമ്പോ ഒരു മിനിമം 100 കോടി എന്ന് പറ. അതെ, അത്രയെങ്കിലും നമുക്ക് വിലതാ. അതെ, അത്രയും നമ്മളുടെ ഒരു പറയുന്ന ടോക്കിലൂടെ നമ്മുടെ ഡിസ്കഷനിലൂടെ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. അപ്പം കേരളത്തിൽ നിലവിൽ ഇപ്പം സബ്സ്ക്രിപ്ഷന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് നമ്മുടെ ചാനലൊന്ന് നോക്കിയാൽ തന്നെ അറിയാം. അപ്പൊ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന് നിലനിൽക്കാൻ അറിയാം. അതിനകത്ത് പുതിയ പുതിയ അതിഥികൾ വരും. അപ്പൊ അതിലുള്ള ഒരു കണ്ണുകടി കൂടി ആയിരിക്കില്ലേ ഇത്? ഇപ്പൊ ഒരുപാട് കണ്ണുകടി മാത്രല്ല, വിവരക്കേടും അസംബന്ധവും ഒക്കെ ഉണ്ട് ഇതിന്റെ പിന്നാലെ. അസൂയ, ഇങ്ങനത്തെ പല പരിപാടികളും ഒക്കെ ഉണ്ട്. ചില ആളുകൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ചാനലെ മുഞ്ഞിയും കുത്തി വീഴും എന്നൊക്കെ പ്രതീക്ഷിച്ച ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയല്ലല്ലോ. ചാനൽ ഈ വലിയ പേരുകളൊന്നും ഇല്ലാതെ തന്നെ വളർന്നു വന്നൊരു ചാനലാണിത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുക്കാത്ത വിഷയങ്ങൾ നാട്ടുകാരോട് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചില സമയത്ത് നമ്മൾ BJPക്ക് എതിരായിട്ട് പറഞ്ഞു എന്ന് വരും, ചില സമയത്ത് RSSന് എതിരായി പറഞ്ഞു എന്നൊക്കെ വരും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇന്ത്യയുടെ കൂടെയാണ്, ദേശീയതയുടെ കൂടെയാണ്. അതിൻ്റെ അകത്ത് മാത്രമാണ് വിട്ടുവീഴ്ചയില്ലാത്തത്. സനാതന ധർമ്മത്തിന്റെ കൂടെയാണ്. ഇത്തരം കാര്യങ്ങളിലാണ് വിട്ടുവീഴ്ചയില്ലാത്തത്. വ്യക്തികളെ നമ്മൾ വിമർശിച്ചു എന്നൊക്കെ വരും. ഇതിൻ്റെ അകത്ത് ആരാണ് ഇല്ലേ? അതെ, വിമർശനത്തിന്റെ മുള്ളുകൊള്ളാത്തവരില്ലല്ലോ സാർ. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ ഭരണാധികാരി ഇന്ത്യയിൽ വരുന്നു. AI സമ്മിറ്റിൽ പങ്കെടുത്ത വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും ഫ്രണ്ട് പേജിലുണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് ഇന്ത്യയുമായിട്ടുള്ള സൈനിക അതുപോലെ പ്രതിരോധ കരാറുകളുടെ കാര്യം. അപ്പൊ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ മുക്കുമ്പോൾ നമ്മൾ അക്കാര്യം ഈ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയാണ്. അത് കാണുമ്പോഴാണ് ഇന്ത്യയെ തള്ളുന്നു, ഇന്ത്യ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്ന് ഇവരെന്താ മനസ്സിലാകാത്തത്? അല്ല, അത് അതുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഈ എല്ലാവരും വരുന്ന ഒരു ചാനൽ അത് ചില ആളുകൾക്ക് പിടിക്കുന്നില്ല. അതിലാണ് ഈ കെറിവിപ്പ്, കൊതിക്കെറിവ് എന്ന് പറയില്ലേ. ഒന്നാമത് ഇവിടെ വന്ന ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് എല്ലാവരെയും വിമർശിക്കുകയൊക്കെ ചെയ്യാം. കാരണം എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ തെറ്റിനെയാണല്ലോ വിമർശിക്കുന്നത്. അപ്പൊ അത്തരം ആളുകൾക്ക് വരാം.
ഇവിടെ ഇപ്പൊ CR നീലകണ്ഠൻ വരുന്നു, ഏതോ കോൺഗ്രസ്സുകാരൊക്കെ വരുന്നു, ഇതൊക്കെയാണ് ഈ പറയുന്നത്. ഇവിടെ BJP-ക്കാരേ വരുള്ളൂ, ഇവിടെ RSS-കാരേ വരുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചാനൽ അല്ലല്ലോ ഇത്. കാരണം ഇത് മുഖ്യധാരാ മാധ്യമങ്ങള്, കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ, ഇത് മുഴുവൻ സനാതന ധർമ്മത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവര് ജനങ്ങൾക്ക് വാർത്ത, ജനങ്ങൾക്കിടയിൽ എല്ലാ വിഭാഗം ആളുകളില്ലേ? രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്ന ആളുകൾ പോലും ഇല്ലേ? ഞാൻ നിരന്തരം പൊട്ടനും പോഴനും ആണെന്ന് പറയുമെങ്കിലും രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്ന ആളുകളും ഇല്ലേ ഈ നാട്ടില്? അവർക്ക് വേണ്ടിയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും പറയുന്ന ആളുകളും ഒക്കെ ഈ ചാനലിൽ വന്നാൽ എന്താ കുഴപ്പം? അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പൊ AP ആകുമ്പോൾ ആരിഫ് ഹുസൈൻ, ഫക്രുദ്ദീൻ അലി, ഇങ്ങനെ നിരവധി പേര് നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ ഇവരൊക്കെ വരുമ്പോൾ സുഡാപ്പിക്ക് അനുകൂലമായിട്ടാണ് ഇവർ നിലകൊള്ളുന്നത്. അവരുടെ പ്രസംഗങ്ങൾ അല്ലെ അവരുടെ നിലപാടുകൾ ഒക്കെ വ്യക്തമായിട്ട് ഈ സമൂഹം കാണും. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വന്നിട്ടുണ്ടോ? സുഡാപ്പിയുടെ ഏതെങ്കിലും പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞ ആളിവിടെ വന്നിട്ടുണ്ട്. ഇല്ല, പക്ഷെ അവർക്ക് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കണോ നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ അതിനുള്ള ചില ഘട്ടങ്ങളിൽ അവർക്ക് അതിനും വേണ്ടി വന്നു വരും. അതെ, നമ്മൾ അതിനുള്ള വേദി ഒരുക്കും. കാരണം ഇതൊരു ഓപ്പൺ വേദിയല്ലേ. ഞാൻ മുമ്പ് ഇതൊന്നും ബന്ധമില്ലാത്തൊരു പത്രത്തില് പ്രധാനപ്പെട്ട സ്ഥാനത്ത് ജോലി ചെയ്യുമ്പോ ഈ മാറാട് കലാപം നടന്ന സമയമാണത്. അന്ന് ഈ RSS-ന്റെ വേർഷൻ പറയുന്നൊരു ലേഖനം കൊടുക്കാമോ എന്നോട് ചോദിച്ചു ഒരാൾ ഫോണില്, RSS-ന്റെ ആയി ബന്ധപ്പെട്ട ആള്. തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ എന്ന് ഒറ്റ വാചകത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞു. അന്ന് ഞാൻ മാത്രമാണ് ആ മാറാട് പ്രശ്നത്തില് RSS-ന്റെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ അച്ചടിക്കുമായിരുന്നു? ഒരിക്കലും അച്ചടിക്കില്ല. ഇല്ലായിരുന്നു. അല്ല, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു നിലപാട് എപ്പോഴും ഈ പറയുന്ന ദേശീയതയ്ക്കെതിരായിട്ടുള്ള അല്ലെ BJP-ക്കെതിരായിട്ടുള്ള നിലപാടാണ്. അപ്പോൾ അത്തരം നിലപാടുകളെ ആരെങ്കിലും പിന്തുണയ്ക്കുന്നു, അല്ലെ അത്തരം നിലപാടുള്ള ചാനലുകൾ മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനം നടത്താൻ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നു. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അത് വേറെ ചില യൂട്യൂബുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ്. ഈ ബഹ്റൈനിൽ നിന്നുള്ള ഒരുത്തനാണ് ഈ സ്ഥിരമായിട്ട് ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവരുടെയൊക്കെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇവരുടെ താല്പര്യങ്ങളും ഒക്കെ അറിയാവുന്നതാണ്. ഇവര് എവിടെ നിന്നൊക്കെയാണ് പൈസ വാങ്ങുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് അവരോട് അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകളല്ലേ, ഞങ്ങളെക്കാൾ കൂടുതൽ സുഡാപ്പികളൊക്കെ നിങ്ങൾക്കായിരിക്കില്ലേ പരിചയം. പാകിസ്ഥാന്റെ ISI ഒക്കെ ആയിട്ട് പരിചയം ഉണ്ടാവുമല്ലോ. ഒന്ന് ബന്ധിപ്പിച്ച് തന്നാല് ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയേനെ നമുക്ക് പറയാം. അതെ. അപ്പോൾ എന്തായാലും നമുക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇനിയും തുടരട്ടെ. കാരണം സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, സത്യസന്ധമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ രാമേന്ദ്രൻ സാർ ഉണ്ടാവും, PS സാർ ഉണ്ടാവും, അതുപോലെ തന്നെ CR നീലകണ്ഠൻ TG ഉണ്ടാവും. ഇനി അതല്ല, നിങ്ങളുടെ നിലപാടുകൾ പറയാനായിട്ട് സംഘടനയാണോ, പാർട്ടിയാണോ, അതുപോലെ വ്യക്തികളാണോ, നിങ്ങൾക്കും ഇവിടെ ഞങ്ങളെ സമീപിക്കാം. ഞങ്ങൾക്ക് യോഗ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളെ കൂടെ ചർച്ചയ്ക്ക് വിളിക്കാനും യാതൊരു മടിയില്ല. ABCDയും കരുത്തോടെ പോകില്ലേ സാർ മുമ്പോട്ട്? നമ്മള് മുമ്പോട്ട് തന്നെ പോകുമല്ലോ. കാരണം നമ്മള് പണ്ട് ഈ മാർക്സിസ്റ്റുകാരും സർവ്വലോക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. നമ്മൾ വാർത്തയിൽ താല്പര്യമുള്ള, നന്മയിൽ താല്പര്യമുള്ള, ദേശീയതയിൽ താല്പര്യമുള്ള, സനാതനധർമ്മത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവരുടെയൊക്കെ നിലയ്ക്കാത്ത ശബ്ദമാണ് ABC. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.